കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. പെരുമ്പള സ്വദേശി ധന്യ എസ് ആറിനെതിരെയാണ് കേസെടുത്തത്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവൻ അപകടം ഉണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നു കളഞ്ഞുവെന്നാണ് കേസ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ നൽകുന്ന ഈ വാർത്തയിലേക്ക് ഞാൻ വരുന്നത് മനുഷ്യൻ ജീവന് എത്രത്തോളം മറ്റൊരാൾ വില കൊടുത്തു എന്ന വാർത്തയിൽ നിന്നാണ്. അത് എത്രത്തോളം ആശ്വാസത്തോടെയാണ് നമ്മൾ പറഞ്ഞത് എന്നതിനിടയിലാണ് ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത. ധന്യ എസ് ആറിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹെലൻ ഓഫ് സ്പാർട്ട എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്യുന്നത്. ഫോട്ടോയിലേക്കൊന്ന് കൂടി നോക്കുകയായിരുന്നു. ഒരിടപ്പോഴാണ് കൃത്യമായി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു, അപകടകരമാകും തരത്തിൽ വാഹനം കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. എപ്പോഴാണ് ഈ സംഭവം? മാധു, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെ ഈ ദേശീയപാതയിൽ അണങ്കൂർ എന്ന സ്ഥലത്ത് അവിടെ നോ പാർക്കിംഗ് മേഖലയിൽ ഈ കാറ് നിർത്തിയിട്ടത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് പോയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ധന്യ വാഹനമെടുത്ത് സ്പീഡിൽ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് പിന്തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ പോലീസ് ഈ വാഹനം ഈ ബന്ദിയോട് വെച്ച്, കുമ്പള ബന്ദിയോട് വെച്ച് പിടിച്ചത്. വാഹനത്തിൽ ധന്യ എസ് ആർ ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ പരിശോധന, അതായത് മദ്യപിച്ചോ എന്ന പരിശോധന നടത്തിയത്. അതിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതേ തുടർന്നാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അപകടകരം വരുന്ന രീതിയിലാണ് വാഹനം ഓടിച്ചത്. അതായത് പോലീസിനെ കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു. പിന്നീട് പോലീസിന് ചേസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. എന്തായാലും മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനെതിരെയാണ് ഇപ്പോൾ ധന്യ എസ് ആറിനെതിരെ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിലാണ് ധന്യ സജീവമായി അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ധന്യക്കെതിരെ ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ യൂട്യൂബർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് പോലീസിൽ നിന്ന് വെട്ടിച്ചു കടന്നു കളഞ്ഞു എന്നതുകൂടിയാണ്. ഇനി അതായത് നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ട യൂട്യൂബർ, നമുക്കറിയാം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഓരോ ആളുകളുടെയും വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഹെലൻ ഓഫ് സ്പാർട്ട. അപ്പോൾ കുറച്ച് കാലമായിട്ട് യൂട്യൂബിലുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ധന്യ എന്ന് പറയുന്ന ഹെലൻ ഓഫ് സ്പാർട്ട. ഹെലൻ ഓഫ് സ്പാർട്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ വാർത്തയിൽ കാണുന്നത്. അപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് അറിയാത്ത ആളല്ല ഹെലൻ ഓഫ് സ്പാർട്ട. പക്ഷേ മദ്യപിച്ചതിന് ശേഷം, ഒരു ബിയർ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, മദ്യപിച്ചതിന് ശേഷം വാഹനം ഓടിച്ചിട്ടുണ്ട്. ഈ വാഹനം നോ പാർക്കിംഗ് എന്ന സ്ഥലത്ത് നിർത്തിയതിനെ തുടർന്ന് പോലീസ് പോയി ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ ധന്യ ഈ പോലീസിനെ കണ്ടപാടെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയത്. സാധാരണയായിട്ട് പോലീസ് അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് എന്താ പിന്നെ പോലീസ് ചെയ്യുക എന്ന് നമുക്കറിയാലോ. അപ്പോൾ പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് സ്വാഭാവികമായിട്ട് അതിൻ്റെ നടപടിക്രമം എന്ന രീതിയിൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകൾ എടുത്തത് അതാണ് ഈ വാർത്തയിൽ വന്നിട്ട്. കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ നിങ്ങളിത് കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചൂടാ എന്നത് കൃത്യമായിട്ട് അറിയാം. ഈ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് റോഡിലൂടെ വണ്ടി എടുത്താൽ എന്താ ഉണ്ടാവുക? മറ്റുള്ളവരെ കൂടി നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണ്. കാരണം ഇങ്ങനെയാണ് നിരവധിയായ അപകടങ്ങൾ. നമ്മുടെ മുമ്പിൽ ഇപ്പം എത്ര അപകടങ്ങളാണ് റോഡിൽ നടക്കുന്നത്. ഇതൊക്കെ ഈ മദ്യപിച്ചാൽ തന്നെ അറിയാലോ. നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ട് ഒരു തരത്തിലും വാഹനം ഓടിക്കരുതെന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവരും പോലെയല്ല, ഒരു ഇൻഫ്ലുവൻസറാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോ എടുത്താൽ അറിയാം, മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ ഹെലൻ ഓഫ് സ്പാർട്ട. അപ്പോൾ അവർ തന്നെ മദ്യപിക്കുക, എന്നിട്ട് വാഹനം ഓടിക്കുക, എന്നിട്ട് പോലീസിനെ കാണുമ്പോൾ അതിവേഗത്തിൽ ഓടിച്ചു പോവുക. ആ അതിവേഗത്തിൽ ഓടിച്ചു പോകുന്ന ഇടയിൽ കൺട്രോൾ തെറ്റി, വാഹനമല്ലേ, കാറല്ലേ, കൺട്രോൾ തെറ്റിയിട്ട് എവിടെയെങ്കിലും പോയി അടിക്കുക, എന്തെങ്കിലും സംഭവിക്കുക. എന്തൊരു ഇൻഫ്ലുവൻസറാണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. അത് സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം. നമ്മൾ മദ്യപിക്കുന്നതിന് തെറ്റില്ല. കാരണം മദ്യപിച്ചാൽ നിങ്ങൾ റൂമിൽ നിന്ന് മദ്യപിക്കുക, അവിടെ വെക്കുക. ഇത് മദ്യപിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുകയാണ്. പോലീസ് പുറകെ വരുമ്പോൾ ചേസ് ചെയ്യുക, പോലീസിൻ്റെ മുമ്പിൽ നിൽക്കാണ്ട് അതിൻ്റെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് പെറ്റി കേസാണ് ഞാൻ അടിച്ചത്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം മദ്യപിക്കുന്നതല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചത് വലിയൊരു തെറ്റാണെന്ന് സമ്മതിക്കണം. നമ്മൾ മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പം അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ സ്വയം ഒരു നന്നാവണ്ടേ. ഇത് അത്ര വലിയ തെറ്റാണ്. വളരെ ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. വളരെ ഞാൻ ആ വീഡിയോ കണ്ടു, എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു.
അപ്പോൾ അതിൽ വളരെ ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം ഇതൊക്കെയാണ് എന്നെ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നില്ലേ ഫ്രണ്ട്സ്, അത് എന്ത് രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. കാരണം ഞാൻ നാളെ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇനി നമ്മളൊക്കെ അങ്ങനെ ഓടിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് വലിയ കാര്യം. അപ്പോൾ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് എന്നെ കുറേ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, പെറ്റി കേസല്ലേ അങ്ങനെ അറിയില്ല. മദ്യപിച്ച് വാഹനം ഓടിച്ചത് വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം ഇപ്പം നമുക്കറിയാം നമ്മുടെ റോഡിൽ എത്ര ജീവനുകളാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ മദ്യത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ ഈ ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നത് ഒരു ഇത്രയും ശതമാനം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഇപ്പം മയക്കുമരുന്നും ഈ കഞ്ചാവ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ രാത്രി 2 മണി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്, എന്നിട്ട് അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ വേറെ കൂടെ ആളുണ്ടെന്ന് പറയുന്നത് അവർക്ക് വണ്ടി കൊടുത്താൽ പോരെ. സ്വന്തം ഈ മദ്യപിച്ച ആൾ തന്നെ വാഹനം ഓടിക്കാൻ നിർബന്ധമുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ആവാം, മറ്റുള്ളവർക്കൊന്നും ആയിക്കൂടാ എന്ന രീതിയിലാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഹെലനോ സ്പാർട്ട പറയുന്നത്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആളുകളൊക്കെ രംഗത്ത് വരുന്നത്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അതിശയമാണ് കേട്ടോ. ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അവരുടെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനുണ്ടല്ലോ ഇതിപ്പം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇതൊരു തെറ്റാണെന്ന് വെച്ചാൽ തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എന്നെ വിളിച്ച കുറേ ആൾക്കാരുണ്ട്. എന്താ പറയുക, ചിന്നു വി നൂ ഈ പെറ്റി കേസൊക്കെ ഇവരെന്തിനാണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അറിയുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരിട്ട കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഓരോ ഇങ്ങനത്തെ, കാരണം നിങ്ങൾക്കറിയാം 5 വർഷമായിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കേട്ടുകൊണ്ടും കണ്ടിരിക്കുക. അല്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്നത് നിങ്ങളെ തൻ്റെ ഇടും. അപ്പം നിങ്ങൾക്കെതിരെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാം. നിങ്ങൾ നല്ല സ്ട്രോങ് ആയ ലേഡി തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസ് ഇത് നിങ്ങൾ തെറ്റ് ചെയ്തതാണ്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ വന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക വേണ്ടത്, ഞാൻ ചെയ്ത തെറ്റാണ്, നിങ്ങളിനി ആവർത്തിക്കാൻ പാടില്ല. മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല, എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഈ യൂട്യൂബിൽ വന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. മദ്യപിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയില്ല, മദ്യപിച്ചാൽ അടങ്ങിയിരിക്കുക. അല്ലാണ്ട് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് അതിലേ പോകുന്ന പാവപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ആര് സപ്പോർട്ട് ചെയ്താലും ഒരിക്കലും അംഗീകരിക്കൂല. അതിന് ഇത് വലിയ സംഭവമാണെന്ന് കാണും വേണ്ട. യൂട്യൂബ് ബ്ലോഗർ ഹെലനോ സ്പാർട്ട പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റർ കാണും. ഞങ്ങൾക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്, നിന്റെ ചേച്ചിയല്ലേ, നിന്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാ വീഡിയോസിനും റിമൂവ് ചെയ്തോ ഇല്ലെങ്കിൽ ബ്രാൻഡിന് അടിയാവുന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഒന്നുമില്ലാത്ത സമയത്ത് ഒരു 5 പൈസ പോലും വാങ്ങാണ്ട് ഞങ്ങൾക്ക് 5 പൈസ വാങ്ങാതെ വീഡിയോ ചെയ്ത ആളാണ് ഹെലനോ സ്പാർട്ട, ചിന്നു. അതുകൊണ്ട് ഇപ്പം മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചതിന് നിങ്ങൾ ആരാടാ പറയാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നട്ടാ. വീഡിയോ ചെയ്യുന്ന ആളാണ് ചിന്നു, അതായത് ഹെലനോ സ്പാർട്ട. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതെ, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാറേണ്ട ആവശ്യമൊന്നും അൽഹംദുലില്ലാ നമുക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഹെലനോ സ്പാർട്ട ഇപ്പം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക, ചിലപ്പോൾ അതിലൂടെ റോഡിലോട്ട് പോകുന്ന ആളെ അടിച്ച് കൊല്ലുക, പൈസയൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ, നിയമം എല്ലാം ഇവരെ കയ്യിലാണല്ലോ. അപ്പോൾ എന്തും ചെയ്യാം, എന്തിനും സപ്പോർട്ടാണ്. നിങ്ങളൊക്കെ ആരാണ് ഇവരൊക്കെതിരെ പറയാൻ എന്ന രൂപത്തിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. മാറേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ അൽഹംദുലില്ലാ വന്നിട്ടില്ല. മാത്രമല്ല ഇത് വലിയ കേസല്ലല്ലോ, അടിക്കുന്ന ആളാകുമ്പോൾ 2 അടിക്കും, അതുമല്ല അതൊക്കെ ഫൈൻ അടിച്ചിട്ട് പോയ സാധനമാണ്. അതെ, ഇത് വലിയ കേസൊന്നും അല്ലല്ലോ. അടിക്കുന്ന ആളാകുമ്പോൾ 2 അടിച്ചെന്നിരിക്കും. ഇപ്പം ചിലപ്പോൾ വണ്ടി എടുക്കുന്നിരിക്കും, ചിലപ്പോൾ 2 ആളെ കൊന്നിരിക്കും. എന്താ നിങ്ങളാരായി പറയാൻ? അതും ഇട്ടത് മരം ഒരു ചാനലാ, റിപ്പോർട്ടർ ചാനൽ പോലത്തെ കുറേ ചാനലാണ് ഇട്ടത്. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. ചാനലെന്ന് വെച്ചാൽ എല്ലാ ചാനലും ഇട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ മാത്രമൊന്നുമല്ല, മുഴുവൻ ചാനലുകളും ഈ വാർത്ത വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ആ വാർത്ത പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെലനോ സ്പാർട്ട കൃത്യമായിട്ട് തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ട് എൻ്റെ പടകെ ഇങ്ങനെ വന്നിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ ആണ് എന്നെ ട്രീറ്റ് ചെയ്തത് എന്ന് അടക്കം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ന്യായീകരിച്ചിട്ട് കൊളാക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെ, ഇങ്ങനത്തെ ചങ്ങായിമാരൊക്കെയാണ് ഹെലനോ സ്പാർട്ടൊക്കെ ഉള്ളതെങ്കിൽ
ഒന്ന് സൂക്ഷിക്കുന്നതല്ല കേട്ടോ. നമുക്കൊരു തെറ്റ് പറ്റുമ്പം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയുന്ന ഫ്രണ്ട്സാണ് നമുക്കൊക്കെ വേണ്ടത്. അല്ലാണ്ട് മോട്ടറാക്കി വിടുന്നുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം നല്ലോണം അടിച്ചിട്ട് വണ്ടി എടുത്തോ, രണ്ടാളെ തട്ടിക്കോ എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഭയങ്കര തന്നെ കേട്ടോ.